വി.ഡി. സതീശനെ മെഴുകി കുഞ്ഞാപ്പ, കുട്ടനാട് കത്തുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ MLA റെജി ചെറിയാൻ മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് കുട്ടനാടിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ആവശ്യം കുട്ടനാടിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ്. എല്ലാവർക്കും വള്ളംകളി കാണാനായി പൊതു അവധി എന്ന് പറയുന്ന ഒരു മാനദണ്ഡം മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ എല്ലാവർക്കും ഈ വള്ളംകളി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മൂലം വള്ളംകളി നടക്കുന്ന ദിവസം അവധി വേണമെന്നായിരുന്നു റെജി ചെറിയാൻ MLAയുടെ ആവശ്യം. ആ ആവശ്യം കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. എൻ്റെ നിയോജകമണ്ഡലമായ കുട്ടനാടിൻ്റെ അഭിമാനമാണ് ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളംകളി. ഇത് 29/6/2026 പരമ്പരാഗത ചടങ്ങുകൾ പ്രകാരം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. കുട്ടനാട് തഹസീൽദാർ ജനറൽ കൺവീനറായി നടത്തപ്പെടുന്ന ഈ വള്ളംകളി നടക്കുന്ന ദിവസം, അതായത് 29/6/2026 കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി നൽകണമെന്ന ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നു. അത് പരിഗണിച്ച് കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് മുൻ വർഷങ്ങളിൽ അവധി നൽകിയിട്ടുള്ളതല്ല. വിശേഷ ദിവസങ്ങൾ, ഉത്സവങ്ങൾ പ്രമാണിച്ച് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പ്രാദേശിക അവധി പ്രഖ്യാപിക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് നമ്മൾ മുൻകൂർ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലും അത് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഓർഡറിലൊന്നും വള്ളംകളിക്ക് അവധി അനുവദിച്ചിട്ടില്ല. പുതിയതായി പൊതു അവധി, നിയന്ത്രിതാവധി, പ്രാദേശികാവധി തുടങ്ങിയവ അനുവദിക്കേണ്ട എന്നായിരുന്നു പൊതുവായി സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നതിനാൽ ഇത്തരത്തിലുള്ള പ്രാദേശിക അവധികൾ അനുവദിച്ചിരുന്നില്ല. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. റെജി ചെറിയാൻ MLAയുടെ ഈ ആവശ്യത്തോട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ പരസ്യമായി പ്രതികരിച്ചത് ഇക്കാര്യം ഒരു കീഴ്വഴക്കമല്ല. അവിടെ അവധി നേരത്തെ കൊടുത്തിട്ടില്ല, പക്ഷേ ഗൗരവമായി തന്നെ അവധി കൊടുക്കുന്ന കാര്യം ആലോചിക്കും. അതായത് ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് സർക്കാർ പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുമെന്നാണ് സഭയെ വി.ഡി. സതീശൻ അറിയിച്ചത്. എന്നാൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തൊട്ടടുത്തിരുന്ന വ്യവസായ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയോട് അവധി കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അത് ഓഫാക്കാത്ത മൈക്കിൽ കൂടി സഭ മുഴുവൻ കേൾക്കുകയും ചെയ്തു. എന്നു മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ അത് പാട്ടാവുകയും ചെയ്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതിങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഇപ്പോൾ തനിക്ക് ഓർമ്മയില്ല എന്നാണ് P.K. കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അദ്ദേഹത്തിന് എന്തോ മറവി രോഗം വന്നോ? മറവി രോഗം എന്ന് പറയുന്നത് ഇൻവെർട്ടർ കോമയിലാണ്. മറവി രോഗം വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ്, ഒന്നും അങ്ങോട്ട് ഓർക്കുന്നില്ല. സതീശൻ പറഞ്ഞത് തങ്ങൾ നേരത്തെ സംസാരിച്ചതിന്റെ ബാക്കിയാണ്, എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ട് വി.ഡി. സതീശനെ അങ്ങ് ന്യായീകരിക്കാൻ നോക്കിയിട്ടും P.K. കുഞ്ഞാലിക്കുട്ടിയുടെ ആ ന്യായീകരണമൊന്നും അങ്ങോട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അതാണ് ഒരു കാര്യം. കാരണം P.K. കുഞ്ഞാലിക്കുട്ടി ഇന്നാണ് വി.ഡി. സതീശനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. തങ്ങൾ വേറെ എന്തോ അന്താരാഷ്ട്ര കാര്യം പറയുമായിരുന്നു, അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇങ്ങനെ അവധിയുടെ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു എനിക്ക് ഓർമ്മയില്ല. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഒന്നുകിൽ തനിക്ക് ഓർമ്മയില്ല എന്ന് P.K. കുഞ്ഞാലിക്കുട്ടി പറയണം, അല്ലെങ്കിൽ തങ്ങൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം എന്താണ്, അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഈ അവധിയുടെ കാര്യം പറഞ്ഞത് എന്ന് പറയണം. ഇത് രണ്ടുമല്ലാതെ ഒരു അഴകുഴമ്പൻ ലൈനിലാണ് P.K. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയും. ചുരുക്കത്തിൽ വി.ഡി. സതീശനെ ഒന്ന് മെഴുകുകയാണ് P.K. കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദ്യം വന്നപ്പോൾ അത് എണീറ്റുന്ന ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കാരണവശാലും നമുക്കത് വേണ്ടെന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. മുറിഞ്ഞുപോയ സംസാരമാണ്. അത് ഉടനെ ഞങ്ങൾ ഇവിടുന്ന് വാർത്തയാക്കി എന്നുള്ളൂ. അല്ലാതെ അത് കുട്ടനാട് MLAയോടെ എല്ലാം ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. വേറെ ലോകത്തിനെ പറ്റിക്കാൻ, എന്നെ പറ്റിക്കാൻ പറ്റൂല.
പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മറവി രോഗമാണോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ മറവി രോഗമല്ല, ഓർക്കാപ്പുറത്തുണ്ടായ ഈ പത്രക്കാരെ കണ്ടപ്പോഴുള്ള മറവി രോഗമായിരിക്കണം. എന്തു തന്നെയായാലും വി ഡി സതീശന് എതിരായി അദ്ദേഹം ചമ്പക്കുളം വള്ളംകളിക്ക് അവധി തരില്ല എന്ന് രഹസ്യമായി പി കെ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞത് പരസ്യമായതോടുകൂടി ചമ്പക്കുളവും പ്രദേശവും പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ വ്യാപകമായ നിലയിൽ വി ഡി സതീശനെതിരായി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇന്നലെ ജലോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ചമ്പക്കുളത്ത് ഒരു പ്രതിഷേധ യോഗം നടന്നു. മാത്രമല്ല പലയിടത്തും വി ഡി സതീശന്റെ കോലം കത്തിക്കുകയാണ്. അങ്ങനെ കുട്ടനാട് പലയിടത്തും വി ഡി സതീശന്റെ കോലം കത്തുകയാണ്, കുട്ടനാട് കത്തുകയാണ്. വി ഡി സതീശന്റെ ഈ ഒരു കള്ളം മൂലം കുട്ടനാട്ടിലെ ജനങ്ങളെ അപമാനിച്ചു എന്ന വികാരമാണ് അവർക്ക് പൊതുവായി ഉള്ളത്. അതുകൊണ്ട് വി ഡി സതീശന് എതിരായി കുട്ടനാട്ട് വലിയ വികാരം തിളച്ചു പൊന്തുകയാണ്. അദ്ദേഹത്തിനെതിരായി വലിയ ജനരോഷം ഉയരുകയാണ്. അതിന്റെ ഭാഗമായി പലയിടത്തും പല സംഘടനകളും വി ഡി സതീശന്റെ കോലം കത്തിക്കുകയാണ്. അത്തരമൊരു കോലം കത്തിക്കൽ കാണാം. ഒപ്പം തന്നെ മുൻ MLA ആയിട്ടുള്ള KK ഷാജുവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി. അതിത് തുടങ്ങി വെക്കുന്നത് ഈ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കത്തിക്കല് ഒരു ചെറിയ സംഭവമായിട്ട് അവസാനിക്കില്ല. കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ മുഖ്യമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. ഇവിടെ പ്രസക്തമായ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. റജി ചെറിയാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് കുട്ടനാട്ടിൽ പ്രാദേശിക അവധി വേണമെന്ന് റജി ചെറിയാൻ സഭയിൽ ആവശ്യപ്പെട്ടപ്പോൾ എന്തിനാണ് വി ഡി സതീശൻ കള്ളം പറഞ്ഞത്? മാത്രമല്ല അദ്ദേഹത്തിന് ഒരു കാര്യം നേരെ ചൊവ്വേ വന്ന് പറയാമായിരുന്നു. കുട്ടനാട്ടിലെ വള്ളംകളിയുടെ ഈ പറയുന്ന അവധി ചമ്പക്കുളം വള്ളംകളിയുടെ മൂലം വള്ളംകളിയുടെ കാര്യത്തിൽ സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട്, ഉടനടി അറിയിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അവിടെ കൊണ്ട് നിർത്താമായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ മൈക്ക് ഓണാണെന്ന് അറിയാതെ തൊട്ടടുത്തിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞത് കേരളം മുഴുവൻ പാട്ടായി. അദ്ദേഹത്തിന് ഒറ്റ നിലപാട് സ്വീകരിക്കുമായിരുന്നു. ഒന്നുകിൽ അവധി കൊടുക്കില്ല എന്ന് ഈ പറഞ്ഞ രഹസ്യം അദ്ദേഹത്തിന് പരസ്യമായി പറയാമായിരുന്നു. മുഖ്യമന്ത്രിക്ക് എഴുന്നേറ്റ് നിന്ന് റജി ചെറിയാനോട് പറയാമായിരുന്നു, അവിടെ പ്രാദേശിക അവധി കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമില്ല, അതുകൊണ്ട് ഇത്തവണ അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അവിടെ ഒരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രിക്ക് അവിടെ സത്യസന്ധമായി ഇടപെട്ടു എന്നുള്ള ഒരു പേര് കിട്ടും. മാത്രമല്ല അവിടെ നേരത്തെ തന്നെ അവിടെ അവധി ഇല്ലാത്തത് കാരണം അദ്ദേഹം അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാനും കഴിയും. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലാത്തത് കൊണ്ട് ഇത്തവണയും അങ്ങനെ ഒരു കീഴ്വഴക്കം വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. പക്ഷേ ഇവിടെ വി ഡി സതീശൻ കാണിച്ച ഒരു ഇരട്ടത്താപ്പാണ് അദ്ദേഹത്തിന് കുഴപ്പമായത്. എന്തിനാണ് ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞത്? ഇവിടെ രണ്ടു പേർക്ക് സ്വയം ന്യായീകരിക്കേണ്ടി വരുന്നു. ഒന്ന്, വി ഡി സതീശന് ഈ കള്ളത്തെ ന്യായീകരിക്കേണ്ടി വരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ പാവപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി കിടന്ന് മെഴുകുകയാണ്. എന്തു പറയണമെന്നറിയാതെ ഓർമ്മ പോയി,
മറ്റേത് പോയി മറിച്ചത് പോയി എന്നൊക്കെ പറയുന്നതല്ലാതെ കൃത്യമായി ഇക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് പോലും അറിയാം. സതീശൻ പറഞ്ഞത് സത്യമാണ്, അവിടെ എന്നോട് പറഞ്ഞത് ശരിയാണ്, അവധി കൊടുക്കില്ല എന്ന് തന്നെയാണ് അറിഞ്ഞത് എന്ന് PK കുഞ്ഞാലിക്കുട്ടിക്ക് കൃത്യമായി അറിയാം. എങ്കിൽ പോലും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മറവി നടിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ മറവി നടിക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം സതീശനെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത കുഞ്ഞാലിക്കുട്ടിക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നു തനിക്ക് മറവിയാണ് സംഭവിച്ചത്. പിന്നെ പറയുന്നു ഞങ്ങൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന എന്തോ ഒരു വിവരമാണ്, അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ഇങ്ങനെ സതീശനെ ന്യായീകരിക്കേണ്ട വളരെ ദുർഘടമായ ഒരു ഘട്ടത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ചുരുക്കത്തിൽ പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.